ചിലവാക്കുന്നതിനെ പറ്റി ചിന്തിച്ചുകൊണ്ടേ ഇരുന്നാൽ നമുക്ക് ചിലവ് മാത്രമേ വരുള്ളൂ. ഒരിക്കലും നമുക്ക് ധനം നമ്മുടെ നിൽക്കത്തില്ല. പക്ഷെ നമ്മളല്ലാതെ എനിക്ക് വരുന്ന ധനത്തെപ്പറ്റി മാത്രം ചിന്തിക്കുക. നമ്മൾ രാവിലെ കച്ചവടം ചെയ്യും, ബിസിനസ്സുകാരായിക്കോട്ടെ ജോലിക്കാരായിക്കോട്ടെ, എനിക്ക് സാലറി വരുന്നു, സാലറി കിട്ടുന്നു. അപ്പോൾ അങ്ങനെ കൊടുക്കാതെ നമ്മൾ കറക്റ്റായിട്ട് ഈ രീതി ചെയ്യുമ്പോൾ നമുക്ക് ധനം കറക്റ്റായിട്ട് നമ്മളിലേക്ക് കയറി വരും. ധനവശീകരണം, ഈ പറയുന്ന ധനം കൂടുന്നതിന് വേണ്ടി പല ആൾക്കാരും പല രീതിയിലുള്ള പല സംഭവങ്ങളും ചെയ്യാറുണ്ട്. ധനാകർഷണ യന്ത്രം എന്നൊക്കെ പറഞ്ഞ് മാർക്കറ്റിൽ ഒരുപാട് ടൂൾസും മെറ്റീരിയൽസും അവൈലബിൾ ആണ്. ഇതിനകത്ത് എന്തെങ്കിലും പ്രായോഗികത ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ഈ പ്രോപ്പറായിട്ട് ധനവശീകരണം എങ്ങനെ ചെയ്യാം? താങ്കളുടെ ഒരു വിശദീകരണം കൊടുക്കാമോ? ഈ ധനവശീകരണം പറയുകയാണെങ്കിൽ എൻ്റെ വ്യൂവിൽ നമ്മൾ ഈ ധനവശീകരണം എന്ന് കാണുന്നത് ചെയ്യുന്ന ആൾക്ക് ധനമുണ്ടാക്കാനാണ്. അവർക്ക് ധനമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ അവർ ചെയ്യുന്നതാണ് ഓരോ യന്ത്രങ്ങളായാലും ഇതായാലും. പിന്നെ അതിൽ വിശ്വാസമുള്ളവർക്ക് അതൊരു മരുന്നായി വർക്ക് ചെയ്യും. ഒരു മിറാക്കിൾ അതിൽ സംഭവിക്കുന്നതാണ്. ഇപ്പം നമ്മളൊരു ധനാകർഷണ ഭൈരവ യന്ത്രം നമ്മൾ വിശ്വസിച്ചു ധരിച്ചു അയാളെ പ്രോപ്പറായിട്ട് അയാളുടെ കർമ്മം ചെയ്താൽ ആ കർമ്മത്തിന് ആൾക്ക് റിസൾട്ട് കിട്ടും. പക്ഷെ ആൾ വിശ്വസിക്കുന്നത് പണിയെടുത്തിട്ടാണെന്നല്ല, ഈ യന്ത്രം ധരിച്ചതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ സംഭവിച്ചത് എന്നാണ് വിശ്വാസം. അപ്പോൾ ഈ യന്ത്രം മേടിക്കുമ്പോൾ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ടും നമ്മൾ പ്രപഞ്ചം അല്ലെങ്കിൽ യൂണിവേഴ്സൽ ശക്തിയുമായി കണക്റ്റഡ് ആവും. അപ്പോൾ ആ കണക്ഷൻ നമ്മളെ അറിയാതെ തന്നെ പണിയെടുപ്പിക്കും. നമ്മൾ ഇതുവരെ നമ്മൾ മുന്നിൽ കിടന്ന പല സാധനങ്ങളും കാണത്തില്ല. അപ്പോൾ ഈ പർട്ടിക്കുലർ ഒരു സംഗതി വന്നതോടെ നമുക്ക് നമ്മുടെ മുന്നിലുള്ള എന്തെങ്കിലും ഒരു നമുക്ക് ധനമുണ്ടാക്കി തരാൻ പറ്റുന്ന ഒരു സംഭവം നമ്മൾ കാണും. അത് കയറുകയും ചെയ്യും, നമ്മളതിൽ ക്ലിക്കാവുകയും ചെയ്യും. ഇതാണ് ശരിക്കും സാധാരണഗതിയിൽ സംഭവിക്കുന്നത്. പക്ഷേ എന്നാൽ അത് സംഭവിക്കുന്നത് ഒരു 1000-ൽ 10 പേർക്കോ 15 പേർക്കോ ആയിരിക്കും. ബാക്കിയുള്ളവർക്ക് എല്ലാവരും മടിയന്മാരാണ്, ആരും ഒന്നും ചെയ്യില്ല. പക്ഷെ നമ്മൾ ചിട്ടയായിട്ട് നമ്മുടെ ആ ഒരു ധനം വേണം എന്നുള്ള രീതിയിൽ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ നമ്മുടെ ആൾക്കാരെല്ലാവരും ഈ ചെലവിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്. എപ്പോഴും ബില്ലുകൾ കൊടുക്കുന്നതിനെ പറ്റി മാത്രമേ അവർ ചിന്തിക്കാറുള്ളൂ. ഒരിക്കലും ധനം കിട്ടാൻ അത് മേടിച്ചെടുത്ത് അവന് കൊടുക്കുക. ഇന്നിപ്പോൾ ലോൺ അടയ്ക്കണമെങ്കിൽ എനിക്ക് ശമ്പളം വന്നിട്ട് വേണം ലോൺ അടയ്ക്കാൻ. അപ്പോൾ അവന് ലോൺ അടയ്ക്കുക എന്നുള്ള ചിന്തയാണ് അവരെ കൂടുതൽ. അല്ലെങ്കിൽ ബില്ല് കൊടുക്കുക. അപ്പോൾ ഈ ബില്ല് കൊടുക്കുന്നതിനെ പറ്റി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ, ചിലവാക്കുന്നതിനെ പറ്റി ചിന്തിച്ചുകൊണ്ടേ ഇരുന്നാൽ നമുക്ക് ചിലവ് മാത്രമേ വരുള്ളൂ. ഒരിക്കലും നമുക്ക് ധനം നമ്മുടെ നിൽക്കത്തില്ല. പക്ഷെ നമ്മളല്ലാതെ എനിക്ക് വരുന്ന ധനത്തെപ്പറ്റി മാത്രം ചിന്തിക്കുക. നമ്മൾ രാവിലെ കച്ചവടം ചെയ്യും, ബിസിനസ്സുകാരായിക്കോട്ടെ ജോലിക്കാരായിക്കോട്ടെ, എനിക്ക് സാലറി വരുന്നു, സാലറി കിട്ടുന്നു. അത് ചിലവാക്കുന്നതിനെ പറ്റി നമ്മൾ ഒരിക്കലും ഒരു ടെൻഷനോ ഒരു സങ്കടമോ അതിനകത്ത് കൊടുക്കാറില്ല. അപ്പോൾ അങ്ങനെ കൊടുക്കാതെ നമ്മൾ കറക്റ്റായിട്ട് ഈ രീതി ചെയ്യുമ്പോൾ നമുക്ക് ധനം കറക്റ്റായിട്ട് നമ്മളിലേക്ക് കയറി വരും. പക്ഷേ പലർക്കും അത് സാധിക്കാറില്ല. അവരുടെ എക്സ്റ്റേണൽ പ്രഷർ മൂലമോ അല്ലെങ്കിൽ നമ്മൾ എന്ത് സംഭവത്തിലായാലും നമ്മളൊന്ന് പെട്ടുപോയാൽ അവിടെ നിന്ന് കരകയറാൻ കുറേ ടൈം എടുക്കും. ഇപ്പോൾ നമ്മളൊരു ചിലർ പറയും മൾട്ടിപ്പിൾ ലോൺ, പിന്നെ നമ്മുടെ ഗ്രീഡും കൂടെ അവിടെ വരും. നമുക്ക് ചിലപ്പോൾ ചില സമയം നമുക്ക് തോന്നും അത്യാഗ്രഹം വരും, അത് ചെയ്തേക്കാം ഇത്. അപ്പോൾ 2-3 കാര്യങ്ങൾ നമ്മൾ കംഫർട്ട് സോണിലല്ലാതെ ചെയ്യാൻ ശ്രമിക്കും. അവിടെയും നമ്മുടെ ഒരു മിസ്റ്റേക്കായിട്ടാണ് ഞാൻ പറയുക. അപ്പോൾ നമ്മൾ ഈ കാശുണ്ടാക്കിയ ആൾക്കാരെയൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ പറ്റും, അവർ ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം ഉറച്ചു നിന്ന് സെറ്റായതിനു ശേഷമാണ് നെക്സ്റ്റ് ലെവലിലേക്ക് പോയത്. പക്ഷെ അവരുടെ ചിന്ത എപ്പോഴും ധനം വരണം എന്നായിരിക്കും. അവരൊരിക്കലും ആർക്കും കൊടുക്കുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ രാത്രിയിലായാലും ഊണിലായാലും നമ്മൾ പറയും ഉറക്കത്തിലായാലും എപ്പോഴും ഒറ്റ ചിന്തയുള്ളൂ, മേക്ക് മണി. അപ്പോൾ അങ്ങനെ ധനം ഉണ്ടാക്കണം എന്ന് ചിന്തിച്ചാൽ നമുക്ക് ധനം വന്നു കയറും. അപ്പോൾ ഈ വശീകരണ യന്ത്രങ്ങൾ അല്ലെങ്കിൽ ഇതിന് വേണ്ടുന്ന സ്പിരിച്വൽ സപ്പോർട്ട്സ്, ഇതൊക്കെ നമുക്കൊരു ഈ വാഹനം ഓടിക്കുമ്പോൾ ലൈസൻസ് എന്ന് പറയുന്ന പോലെ ഉള്ളൊരു ടൂളാണ് ഈ യന്ത്രങ്ങൾ, സ്റ്റോൺസുകൾ അല്ലെങ്കിൽ ചരടുകൾ ഒക്കെ നമുക്കൊരു മെൻ്റൽ അല്ലെങ്കിൽ നമുക്കൊരു മാനസിക സപ്പോർട്ട് തരാനുള്ള ഒരു ഉപാധി മാത്രമാണ്. ഇപ്പോൾ നമുക്ക് വാഹനം ഓടിക്കണമെങ്കിൽ ലൈസൻസ് ഉണ്ടായിട്ട് കാര്യമില്ല. വാഹനം ഓടിക്കാൻ അറിഞ്ഞാലേ നമുക്ക് വാഹനം ഓടിക്കാൻ പറ്റുള്ളൂ. വാഹനം ഓടിക്കുമ്പോൾ നിങ്ങളതിന് എലിജിബിൾ ആണോ എന്ന് സർട്ടിഫൈ ചെയ്യുന്ന സംഗതിയാണ് ലൈസൻസ്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലുള്ള വിശ്വാസത്തെ അല്ലെങ്കിൽ നമ്മുടെ ആ കഴിവിനെ സർട്ടിഫൈ ചെയ്യുന്നതാണ് ഈ യന്ത്രങ്ങൾ അല്ലെങ്കിൽ ഈ രക്ഷകൾ, ഈ വശീകരണ സംഗതികളൊക്കെ എന്ന് പറയുന്നത്. അത് നമ്മൾ ചെറുപ്പം മുതലേ ജനിച്ച് വളർന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടും കേട്ടും വളർന്ന സാഹചര്യത്തിലൂടെ നമ്മളിൽ ഉണ്ടാകാവുന്ന ഒരു വിശ്വാസമാണ്, ഒരു തോട്ടാണ്. അപ്പോൾ ഇതും ഗുണം ചെയ്യില്ല എന്ന് ഞാൻ പറയില്ല, പക്ഷേ ഗുണം ചെയ്യും. പക്ഷേ എന്നിരുന്നാലും നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യേണ്ട ഇപ്പം വെറുതെ ധനം ഇത് പറഞ്ഞാൽ മേടിച്ച് വീട്ടിൽ വെച്ചിട്ട് വെറുതെ കിടന്നുറങ്ങിയാൽ നമുക്ക് ധനം വരില്ല. ശരിയാണ്.
പക്ഷേ ആ ധനം എന്നാൽ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. നമ്മൾ ഒരു പണി ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും നമ്മളൊരു ഈ ഭിക്ഷ എടുക്കുക എന്ന് പറയുന്ന പോലെ 10 പേര് വരുന്നത് വെറുതെ ഇരുന്നാൽ നമുക്ക് ഭിക്ഷ കിട്ടും. നമുക്കതൊരു ഇതാണ്, ആരും ഒന്നും ചോദിക്കേണ്ട. നമ്മൾ മനസ്സിൽ എനിക്ക് കാശ് കിട്ടണേ എന്ന് വിചാരിച്ചാൽ മാത്രം മതി. അത് നമുക്ക് പൈസ ഇട്ടിച്ചു പോകും. കാരണം അത് നമ്മുടെ മനസ്സിൻ്റെ ശക്തി യൂണിവേഴ്സലുമായി കണക്ട് ചെയ്ത് ആ വഴിയെ പാസ് ചെയ്യുന്ന ആൾ, ആ പാവം ഒരു പിച്ചക്കാരൻ ഇരിക്കുമല്ലേ കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് കൊടുക്കും. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ നമ്മുടെ മനസ്സിനെ കൊണ്ട് ഡിമാൻഡ് ചെയ്യണം, എനിക്ക് പൈസ വേണം, എനിക്ക് വർക്ക് വേണം. ഇപ്പം നമ്മൾ ബിസിനസ് ചെയ്യുന്ന ആൾ പരസ്യം കൊടുക്കുക എന്ന് പറഞ്ഞതാണ്. ഞാനിങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നുണ്ട്, ഇത് നിങ്ങൾ മേടിച്ചാൽ നിങ്ങൾക്ക് ഗുണം കിട്ടുമെന്ന് നമ്മൾ ലോകത്തെ അറിയിച്ചാണ് നമ്മൾ കാശ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതെല്ലാം. മനസ്സ് പവർഫുൾ ആണെങ്കിൽ ഈ ധനാകർഷണം നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഓരോ ദിവസവും നമ്മൾ ധനത്തെ ആകർഷിക്കണം. അത് രാവിലെ എണീക്കുമ്പോൾ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ ഡിമാൻഡ് ചെയ്യണം, ഇന്ന് എനിക്ക് എത്ര രൂപ വേണം, അല്ലെങ്കിൽ എന്തെല്ലാം. ഇതിൽ നമ്മൾ കൊടുക്കുന്നതിനെ പറ്റി ചിന്തിക്കുകയരുത്. ഈ കൊടുക്കേണ്ടവൻ അവൻ മേടിച്ചെടുത്തോളും, അത് അവൻ്റെ കടമയാണ്. എൻ്റെ കാശ് മേടിച്ചെടുക്കേണ്ടത്. അപ്പോൾ അന്നേ അവൻ ചോദിക്കുമ്പോൾ മാത്രമേ നമ്മൾ കൊടുക്കാവുള്ളൂ. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ എപ്പോഴും ഉള്ള ചിന്ത എന്ന് പറയുന്നത് ഡെയിലി നമുക്ക് പൈസ വരണം. എനിക്കൊരു ദിവസം എത്ര വേണോ, നമുക്ക് എത്ര വേണോ അത്രയും നമുക്ക് മോഹിക്കാം. അവിടെ എലിജിബിലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യം ഇല്ല. പക്ഷേ എന്നാൽ ഇങ്ങനെ വിചാരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഒരു എലിജിബിലിറ്റി ഉണ്ടാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. ഇപ്പം നമുക്ക് ഒരു ശേഷിയുമില്ലാത്ത ഒരാൾ പെട്ടെന്ന് നാളെ ഒരു 100 കോടി കിട്ടണമെന്ന് പറഞ്ഞാൽ കിട്ടാനുള്ള സാധ്യത വളരെ, എന്ന് വെച്ചാൽ നമുക്കും അറിയാം അത് കിട്ടില്ല എന്ന്. പക്ഷേ അതേ സമയത്തിന് നമുക്കിപ്പോൾ വലിയൊരു ബിസിനസ് ടൈക്കോൺ, പുള്ളിയുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണം, പുള്ളിക്ക് 100 കോടി വേണമെന്ന് പറഞ്ഞ് പുള്ളി മനസ്സിൽ ആഗ്രഹിച്ചാൽ പുള്ളിക്ക് 100 കോടി കിട്ടും. 10 പേര് 100 പേര് വരും 100 കോടിയുമായി എന്ന് പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ റേഞ്ചിൽ എത്രയുണ്ട് എന്ന് നമ്മുടെ അവസ്ഥ നമ്മൾ വിശ്വസിപ്പിക്കണം. എനിക്ക് 1 ലക്ഷം രൂപയുടെ ശേഷി ഇപ്പോൾ ഉണ്ട്, അപ്പോൾ എനിക്ക് 10 ലക്ഷം രൂപ വേണം എന്ന് നമ്മൾ ഡിമാൻഡ് ചെയ്താൽ നമുക്ക് 10 ലക്ഷം കിട്ടും കറക്റ്റായിട്ട്. നമുക്ക് കാരണം നമുക്ക് എലിജിബിലിറ്റി ഉണ്ട്. നമ്മുടെ ബാങ്കുകാർ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സാലറിയുടെ 10 ടൈംസ് ഞങ്ങൾ ലോൺ തരാം, അത് നിങ്ങളുടെ എലിജിബിലിറ്റിയാണ് എന്ന് പറഞ്ഞ പോലെ ഈ യൂണിവേഴ്സലിനും നമ്മുടെ മനസ്സിലൊരു എലിജിബിലിറ്റി ഉണ്ട്. ഇത് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കയറിയാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് ധനം വരും. അത് അങ്ങനെ ധനം ചിന്തയുള്ള സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും യന്ത്രങ്ങളോ രക്ഷകളോ ഇനി നമ്മുടെ സ്പിരിച്വൽ സപ്പോർട്ട്സും കൂടെ അത് നമുക്ക് എക്സ്റ്റേൺ വെച്ചാൽ നമുക്ക് വരുന്ന വേറൊരു ഇതുള്ളത് മറ്റൊരു മനുഷ്യൻ്റെ കണ്ണാണ്. അത് മനുഷ്യരെപ്പോഴും നമ്മളെപ്പോഴും യുദ്ധം ചെയ്യുന്ന മനുഷ്യരുമായിട്ടാണ്. ഇവിടെ നമുക്ക് ദൈവമോ പ്രേതമോ അല്ലെങ്കിൽ പിശാചോ ഒന്നും ചെയ്യില്ല. പക്ഷെ മനുഷ്യർ നമ്മളെ ചെയ്യും. നമ്മുടെ കോമ്പറ്റേറ്റർ എപ്പോഴും മറ്റൊരു മനുഷ്യനാണ്. അത് എവിടെയായാലും, ജോലി സ്ഥലത്തായാലും, നമ്മൾ ബിസിനസ് ചെയ്യാൻ പോകുന്നിടത്തായാലും, ഇനിയിപ്പം മറ്റ് ആക്ടിവിറ്റിക്ക് എന്ത് ആക്ടിവിറ്റിക്ക് പോയാലും അവിടെ നമുക്കൊരു കോമ്പറ്റീഷൻ വരുന്നത് മറ്റൊരു മനുഷ്യനാണ്. അപ്പോൾ ഈ മനുഷ്യനെ മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. അപ്പോൾ ആ കണ്ണിനെ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ മനസ്സിൻ്റെ ശക്തി കൊണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആഗ്രഹം, അതിന് നമുക്ക് വേറൊരു രീതിയിലും പറയാം, നമ്മൾ തീവ്രമായ ആഗ്രഹം എന്നാണ് പറയുന്നത്. ആ ആഗ്രഹത്തെ നമുക്ക് ഈ ധനം വേണം എന്നിങ്ങനെ ധനത്തെപ്പറ്റി മാത്രം ചിന്തിച്ചാൽ ആ ധനം വരും. നമ്മൾ ഒരു മാസക്കാലം അടുപ്പിച്ച് എനിക്ക് ലോട്ടറി അടിക്കണം എന്ന് പറഞ്ഞിട്ട് ചെയ്തു, എന്നിട്ട് ലോട്ടറി ദിവസം എടുത്തു, നിങ്ങൾക്ക് ലോട്ടറി അടിച്ചിരിക്കും, ഫോർച്യൂൺ വന്നിരിക്കും. കാരണം നിങ്ങളുടെ ഊണിലും ഉറക്കത്തിലും ഈ ലോട്ടറി എന്ന് ഒറ്റ ചിന്തയേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ലോട്ടറി അടിക്കും. അപ്പോൾ ഈ പറയുന്ന മാർക്കറ്റിലുള്ള മെറ്റീരിയൽസ് ഓൾമോസ്റ്റ് പലരും മേടിച്ച് വെച്ചിട്ട് അറിഞ്ഞും അറിയാതെയും എങ്ങനെ ചെയ്യണമെന്നറിയാതെ പല പ്രൊസീജിയറും കറക്റ്റായിട്ട് പോകാൻ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ ഈ പറയുന്ന അവരുടെ ആഗ്രഹം തീവ്രമാണെന്നുണ്ടെങ്കിൽ മനസ്സ് യൂണിവേഴ്സലുമായിട്ട് കണക്റ്റായിട്ട് നമുക്ക് ആ ലോ ഓഫ് അട്രാക്ഷൻ, അല്ലെങ്കിൽ നമുക്ക് ആ സാധനം വന്നു ചേരും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം. അതെ. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ഫോക്കസ് ചെയ്യട്ടെ. കാരണം ഈ പറയുന്ന താങ്കൾ പറഞ്ഞ വളരെ വളരെ ട്രൂ ആണ്. അതായത് വളരെ കറക്റ്റായിട്ട് താങ്കൾ എക്സ്പ്ലെയിൻ ചെയ്തു. എല്ലാവരും അവരുടെ കൺസേൺ ഡേ ടു ഡേ ലൈഫിൽ അവർ കൊടുക്കേണ്ട പൈസയെക്കുറിച്ചാണ്. വരുന്ന സോഴ്സ് ഉണ്ടെങ്കിൽ തന്നെ, വരുന്ന മൾട്ടിപ്പിൾ സോഴ്സ് ഉണ്ടെങ്കിൽ തന്നെ കൊടുക്കേണ്ട ഡേ ടു ഡേ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട, ഈവൻ ലോൺ ആണെങ്കിലും ചിട്ടിയാണെങ്കിലും കൊടുക്കേണ്ട എമൗണ്ടിനെ കുറിച്ചാണ് എല്ലാവരും കൺസേൺ. സോ അപ്പോൾ അവിടെ ഈ ധനാകർഷണം വരാനുള്ളൊരു സോഴ്സസ് കുറയുകയാണ്. എന്തായാലും എല്ലാവരും അതനുസരിച്ച് താങ്കൾ പറഞ്ഞത് കേട്ട് വളരെ കോൺഫിഡൻറ്റോടുകൂടി മുന്നോട്ട് പോട്ടെ. സന്തോഷം. നന്ദി. നമസ്കാരം.